ദാ കിടക്കുന്നു. പവിത്രമായ മനസ്സോടെ നിങ്ങൾ എനിക്ക് കിട്ടൂന്ന് ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്ന താൻ. മോളെ, എന്താ നീ ചെയ്തത്? ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതല്ല, ഇതിലപ്പുറവും ഞാൻ ചെയ്യും. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാനൊരു മണ്ടിയല്ലെന്ന്? രജിസ്റ്റർ ഓഫീസിലെ തടിയും പുസ്തകത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെന്ന കോളത്തിലെ 2 ഒപ്പ് കിടപ്പുണ്ട്. എന്റെയും സിദ്ധുവിന്റെയും. അതവിടെ കിടക്കുന്നിടത്തോളം കാലം പല അവകാശങ്ങളും അധികാരങ്ങളും എനിക്കുണ്ടായിരിക്കും. ഞാനത് ഭംഗിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. വാറൂബി. അയ്യോ മോളെ, നീ ഇത് എങ്ങോട്ടാ? ഞാനിനി എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അയ്യോ, ഒരുത്തിയും ചോദിക്കാൻ വരണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും വക്കീല്? താലി ഊരി എറിഞ്ഞ് ചന്ദ്രലേഖ പോയല്ലോ. പോയത് തിരിച്ചു വരാൻ വേണ്ടി. അവരിനിയും വരും, പ്രശ്നങ്ങളും ഉണ്ടാകും. ഇനി അങ്ങോട്ട് സിദ്ധാർത്ഥ വക്കീലിന്റെയും അവരുടെ വീട്ടുകാരുടെയും ജീവിതം അത്ര നല്ലതായിരിക്കില്ല. ഏട്ടത്തി, ഞാൻ കുറച്ചു തനിച്ചിരുന്നോട്ടെ മോളെ. അവിടെ നടന്നത് അത് മുഴുവൻ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തി. സിദ്ധുവേട്ടന് സത്യം അറിയാമായിരുന്നു എന്ന് വിശ്വസിക്കാൻ എന്തോ എനിക്ക് പറ്റുന്നില്ല ഏട്ടത്തി. ആരെന്നാണ് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കൊരു സത്യമുണ്ട്. അതാണ് താലിയുടെ രൂപത്തിൽ ഈ കഴുത്തിൽ കിടക്കുന്നത്. ഇതിട്ടെന്ന ആളോട് അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ട് കല്യാണത്തിന് തൊട്ട് മുമ്പ് എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് മറ്റുള്ളവരുടെ ശരിയും തെറ്റും ഒന്നും അറിയണ്ട നിത്യ. എന്റെ തീരുമാനം, എന്റെ ശരി, ഞാനത് നടപ്പാക്കി. എനിക്കതിലൊരു കുറ്റബോധവും ഇല്ല. എന്തായിരുന്നു ആ നിരഞ്ജനെ കുറിച്ച് പറയുമ്പോ ഇവിടെ ഓരോരുത്തരുടെ നാവില് തേനൊരിക്കല്ലായിരുന്നു.
എന്നിട്ടിപ്പ എന്തായി? അവന്റെയൊക്കെ തനി സ്വരൂപം പുറത്തു വന്നില്ലേ? എന്റെ സുതിമോനെ കൊന്നിട്ടാ അവൻ ഇത്രയും കാലം നല്ലവനെ പോലെ നടന്നത്. അവനെയും തോളി ചുമന്നോണ്ടാ ഈ വീട്ടിലുള്ള പലരും നടന്നത്. എനിക്കറിയായിരുന്നു അമ്മേ അയാളെ ചെയ്തതെന്ന്. ശരത്ത് തക്ക സമയത്ത് അത് വെളിപ്പെടുത്തിയത് കൊണ്ട് എല്ലാവരും അറിഞ്ഞു. അല്ലെങ്കിലോ സുധിയെ കൊന്ന വിവരം രഹസ്യമായി ഒളിപ്പിച്ചവന്റെ കൂടെ ദേവിക പൊറുക്കേണ്ടി വന്നേനെ. ഇനി അവൻ എന്റെ മുമ്പിൽ വരട്ടെ, ചൂലെടുത്ത് ആട്ടി ഞാൻ. ഒരു ഡോക്ടറും വക്കീലും. ശരത്തിനോട് എല്ലാവർക്കും ദേഷ്യായിരുന്നല്ലോ. അവസാനം അവൻ തന്നെ വേണ്ടി വന്നില്ലേ രഹസ്യം കണ്ടുപിടിക്കാൻ? അല്ല, അവൻ എങ്ങനെയാ പാർവതി മനസ്സിലാക്കിയത്? എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, മനസ്സിലാക്കിയ വിവരം എല്ലാവരുടെ മുന്നിൽ തുറന്നു പറയാനുള്ള ആർജവം കാണിച്ചില്ലേ? ആ, അത് ശരിയോ? അതിനെയാ സ്നേഹമെന്ന് പറയുന്നത്. അവൻ ഈ കുടുംബത്തോടും നമ്മളോടും കടപ്പാടുള്ളവനാ. അതുകൊണ്ടാ അറിഞ്ഞ ഉടനെ അവനാ വിവരം അപ്പൊ തന്നെ സ്ഥലം ഏതാന്ന് പോലും നോക്കാതെ വെളിപ്പെടുത്തിയത്. ഇനി ഒരു കാര്യം മാത്രം തെളിഞ്ഞാ മതി. അങ്ങനെ ഒരു അപകടം നടന്നത് അത് മനഃപൂർവ്വമാണോ അല്ലേ? ആണെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നേ. ഇങ്ങനെ ഒരു ബലിയാടുണ്ടായാലല്ലേ സിദ്ധുവിന് ഹൃദയം കിട്ടൂ. അവനവന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. ഇതെല്ലാവരും കൂടി ചേർന്ന് കളിച്ചൊരു കളിയാ. വിടരുത് ഒരുത്തനെ. നമ്മുടെ സുതിമോന്റെ ജീവൻ അപകരിച്ച സകലവന്മാരും അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. കേട്ടല്ലോ അമ്മ പറഞ്ഞത്. എന്റെ അഭിപ്രായം അത് തന്നെയാ. എന്നാലും എന്റെ മോനോട് തന്നെ അവൻ ഈ ചതി ചെയ്തല്ലോ. ഇന്നത്തെ കാലത്ത് ഒരുത്തനെയും വിശ്വസിക്കരുത് പാർവതി. കൂടെ നിൽക്കുന്നു തോന്നിപ്പിച്ച് കാര്യം കിട്ടിയ നമ്മളെ അവര് മുക്കും. ഇനിയെങ്കിലും ശരത്ത് ആരാണെന്നൊന്നും മനസ്സിലാക്ക്. ആ, ഇത്രയും കാലം അവനെ ഇഷ്ടമല്ലായിരുന്നല്ലോ. ഇനിയെങ്കിലും അതൊന്ന് മാറ്റാൻ നോക്ക്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു സാറ് പറയണത്? താനല്ലേ എല്ലാം നശിപ്പിച്ചത്. എല്ലാ വിവരവും സിദ്ധുവിന് അറിയാമായിരുന്നു എന്ന് താനല്ലേ അവിടെ പറഞ്ഞത്.